രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ മൂന്നാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, മൂന്നാമത്തെ കേസിൽ ഈ പറഞ്ഞതുപോലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഗൗരവ സ്വഭാവം ഒന്നുകൂടി കൂടുകയാണ്. നേരത്തെ ഇത്തരം നടപടിക്രമങ്ങളിലെ കോടതിയും മറ്റും കടന്നിരുന്നു. ദീർഘകാലമായി എവിടെയാണ് മൊഴി എന്ന ചോദ്യം പല കോടതികളും ഉന്നയിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ കേസിന് കുറച്ചുകൂടി ബലം വരികയല്ലേ? അതായത് ഈ പരാതിക്ക് ഇതോടെ ഒരു നിയമസാധുത കൈവന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ആ പരാതി ലഭിച്ച് അതീവ രഹസ്യമായി ഇമെയിലായി പരാതി ലഭിക്കുകയും അതിന് പിന്നാലെ ഇവരുടെ മൊഴി പോലീസ് ആദ്യം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തന്നെ രേഖപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് വളരെ രഹസ്യമായി പാലക്കാട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടുണ്ടായ വിവാദങ്ങൾ, രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ നമുക്കറിയാം. നിയമവിദഗ്ധർ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. പരാതിക്കാരി ഉണ്ടോ, ഇങ്ങനൊരു പരാതിക്കാരി ഉണ്ടോ എന്ന സംശയം ഒരു കോണിൽ നിന്ന് ഉന്നയിക്കുന്ന സാഹചര്യം. കാരണം ഇത്തരത്തിൽ നേരിട്ട് ഒപ്പിട്ട് നൽകാതെ, പരാതിയിൽ രേഖാമൂലം ഒപ്പിട്ട് നൽകാതെ എങ്ങനെ അതിന് നിയമസാധുത കൈവരും എന്ന വിമർശനം കോടതിയുടെ മുമ്പിൽ തന്നെ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമായി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായതാണ്. അങ്ങനെ